ഇനി തമിഴ്നാട്ടിലോട്ട് പോവാം. തൊട്ടടുത്ത സ്റ്റേറ്റ് നിങ്ങൾ പോയി കാണുക. അവിടെയൊക്കെ ഓരോ ചർച്ചിലും ചെന്നൈയിലാണെങ്കിലും അവിടെയുള്ള ബാക്ക്വേർഡ് ക്ലാസ് ഒന്നും ഈ ഹിന്ദുക്കളായിട്ട് ആരുമില്ല. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ പോയി നോക്ക്. അവർ മുഴുവനും കൺവേർട്ടായി. അവിടെ പോയി നിങ്ങളൊരു ടാക്സി ഡ്രൈവർ മുരുകൻ, അതിൻ്റെ ടാക്സിക്കകത്ത് ഓട്ടോയ്ക്കകത്ത് ജീസസ് ബ്ലസ് യു എന്ന് എഴുതി വെച്ചേക്കുന്നേ. അവനെങ്ങനെ പിന്നെ ഹിന്ദു ബിലീഫ്സിൽ വരുന്നത്? ഈ ജാതീയത തന്നെയാണ് ഈ പ്രശ്നം. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജാതീയത ഉള്ള സ്റ്റേറ്റാണ് തമിഴ്നാട്. ഇതാണ് കാരണം. തമിഴ്നാട്ടിൽ ഇങ്ങനെ ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ള ഒരു ഹിന്ദുക്കളും അവിടെ ഇല്ല എന്ന് ഞാൻ കണിശമായിട്ട് പറയും. പോയി നോക്ക്. അവരുടെ ചർച്ചകൾ ഞായറാഴ്ച അവരുടെ അടുത്ത ചർച്ചകൾ പോയി നോക്ക്. എത്രയാണ് ആൾക്കാർ കൂടുന്നത്. ഇനി തമിഴ്നാട്ടിലെ പല അമ്പലങ്ങൾ നിങ്ങൾക്കറിയാം, ഈ കോവിൽ, അത് അമ്പലങ്ങൾ വളരെ ഫേമസ് ആണ് തമിഴ്നാട്. എന്താ ഈ അമ്പലങ്ങളുടെയൊക്കെ റവന്യൂ കുറഞ്ഞത്? എന്താണ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലോട്ട് ശബരിമലയിലോട്ട് വന്നുകൊണ്ടിരുന്ന ഭക്തരുടെ എണ്ണത്തിൽ കുറവ് എന്താ ഉണ്ടായത്? നിങ്ങൾ ആലോചിച്ചിട്ടെ എന്തുകൊണ്ട് സംഭവിച്ചു? ഇതിനൊക്കെ റീസൺ കണ്ടുപിടിക്കുക. എന്താണ് കാര്യം? എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇതിനൊക്കെ ഹിന്ദു മതത്തിൽ ഈ പറയുന്ന ജാതീയതയാണ് കാര്യം.